പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ കടബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ രോഗാവസ്ഥകളുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ധ്യാനം കൂടാൻ പോവുകയോ നമ്മൾ ചെയ്യുമ്പോൾ ചില വ്യക്തികളെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തോന്നുന്ന ഒരവസ്ഥയാണ്, പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറേണ്ടതിന് ഈ പ്രശ്നം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ചേച്ചി പറയുകയാണ്, അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല. ആ സമാധാനമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബാക്കി ആരും പള്ളി പോകുന്നില്ല. ഈ ചേച്ചി മാത്രം ഒരു വൺ ഡേ ശുശ്രൂഷയ്ക്ക് വല്ലതും പോയി, കർത്താവെ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ കലഹം ഉണ്ടാകും. അപ്പോൾ വീട്ടിലിരിക്കുന്നവരെല്ലാം പറയും, ഈ നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്, പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. നീ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഉള്ള പിശാചിനെ എല്ലാം കൂടി വീട്ടിലോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ കിടന്ന് കലഹമാണെന്ന് പറയും. ചില വ്യക്തികൾ ചെയ്യുന്നത് ഇങ്ങനെ, മദ്യപാനിയായി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈശോയെ മദ്യപാനിന് വിടുതൽ കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്രയും പ്രശ്നമില്ലെന്ന്, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുപ്പി കുടിക്കുന്ന ചേട്ടൻ 2 കുപ്പി കുടിക്കുന്നതായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് കണ്ടു കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ മുറുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ആ പ്രാർത്ഥന അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ അവർ സംസാരിക്കും, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് കണ്ടില്ലേ, പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി. ഇങ്ങനെ എപ്പോഴും അവർ സംസാരിക്കുമ്പോൾ ശരിയാണല്ലോ, ഈ പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നം എന്നാ മുറുകുന്നത് എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് എല്ലാവരും അവിടെ വെച്ച് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ഒരു കാരണമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്ത് പോവുകയില്ല. അപ്പോൾ നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച്, ഈ പ്രശ്നത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ആഗ്രഹിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കുകയോ കുർബാനയ്ക്ക് പോവുകയോ ധ്യാനത്തിന് പോവുകയോ ചെയ്യുമ്പോൾ പ്രശ്നം വർദ്ധിക്കുന്നതായിട്ട് മുറുകുന്നതായിട്ട് കാണുന്ന കാര്യം ഒന്ന് ഇതാണ്. എന്നേക്കുമായിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന തിന്മയുടെ അരൂപികള്, പാപത്തിന്റെ അരൂപികള് അത് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണിക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രാർത്ഥന നിർത്തുവാൻ വേണ്ടി. ചെറിയൊരു ചേച്ചി വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മക്കളോ ഭർത്താവോ ആരും ഇവരെ എൻ്റെ കൂടെ കൂടത്തില്ല, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചേച്ചിയുടെ ഉള്ളിൽ കൊടുക്കുന്ന എങ്ങനെയാ? ആ കുടുംബത്തിൽ നടക്കുന്ന പ്രാർത്ഥന എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ ചേച്ചിയുടെ ഉള്ളിൽ കൊടുക്കുക, നീ നോക്കിക്കേ, നിന്റെ ഭർത്താവ് നിന്നോട് പ്രാർത്ഥിക്കാൻ കൂടുന്നില്ല, നിന്റെ മക്കൾ കൂടുന്നില്ല, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ആ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ആ ചേച്ചി പ്രാർത്ഥന തുടർന്നാലോ ആ കുടുംബം രക്ഷപ്പെടും. അപ്പൊ ആ പ്രാർത്ഥന തുടരാതിരിക്കാൻ ചേച്ചിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്തയിട്ട് കൊടുക്കുകയാണ്, നോക്കിക്കേ, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, മക്കള് പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ നീ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും, മറ്റു വ്യക്തിയുടെ പാപത്തിന് രക്ഷപ്പെടും. ആ പാപം, ആ തിന്മ മുറുകി വരുന്നതായിട്ട് കാണുമ്പോഴത്തേനും നമ്മൾ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. ദൈവം നമ്മളെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ അടയാളമല്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആദ്യമേ പ്രാർത്ഥിക്കുന്നവരെ ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർത്തി അവരെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. രണ്ടാമതായിട്ട്, കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവരിലൂടെ സംസാരിക്കും. അതായത് ഈ പ്രാർത്ഥന മുറിച്ചായിരിക്കും മറ്റുള്ളവർ എപ്പോഴും സംസാരിക്കുന്നത്. നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി, എപ്പോഴും പ്രാർത്ഥനയാന്ന് പറഞ്ഞ് നടക്കുന്നത്, നിനക്ക് എന്നാ ഉണ്ട്, കണ്ടില്ലേ അവള് ഭയങ്കര പ്രാർത്ഥന, അവളുടെ മക്കൾക്ക് മുഴുവൻ അസുഖമാണ്, എപ്പോഴും അസുഖമാണ്, പ്രാർത്ഥനയാന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അത്രയൊന്നും ഇല്ലല്ലോ നോക്കി. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ചിന്തയും, പ്രാർത്ഥിക്കാൻ പോകുന്ന നമ്മുടെ കുടുംബത്തിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ബാക്കി പ്രാർത്ഥിക്കാതെ നടക്കുന്ന ചുമ്മാ നടക്കുന്നവർക്ക് എല്ലാം ഉണ്ട്. ഇങ്ങനെയെല്ലാം കാണിച്ച് നമ്മുടെ പ്രാർത്ഥനയെ മുടക്കുവാൻ വേണ്ടി ലോകത്തിന്റെ അരൂപി ശ്രമിക്കും. അത് മറ്റുള്ളവരോട് സംസാരിക്കും എപ്പോഴും, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നാ കെട്ടിക്കണ്ടില്ല, പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇങ്ങനെയല്ലേ, ഇങ്ങനെ അവസ്ഥയല്ലേ, ഇങ്ങനെയല്ലേ, നിന്റെ മക്കള് കെട്ടിക്കാതെ നിൽക്കുമല്ലോ, നീ പ്രാർത്ഥനയ്ക്ക് മുഴുവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് അകറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായിട്ടോ ഒരു പ്രാർത്ഥിക്കുന്ന മേഖല കിട്ടുന്നില്ല എന്ന് കുറേ നാൾ കിട്ടുന്ന നിങ്ങൾ ഈശോയിൽ നിന്ന് പിടിപെടരുത്. വീണ്ടും നിരന്തരം പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ അടിമത്തിൽ നിന്ന് 400 വർഷക്കാലമാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ തലമുറ എത്രയോ പേര് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ച, കർത്താവ് ഈ അടിമത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പക്ഷെ അവർ 430 വർഷമാണ് ഈശോ മോശ വഴി രക്ഷിക്കുന്നത്. ചില ചേച്ചികളുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ചിലപ്പോൾ കുറേ 10-15 വർഷം വരെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ ശക്തമായിട്ട് ഇടപെടുന്നത്. അതുകൊണ്ട് ഈശോ ഒരിക്കലും ഇടപെടാതിരിക്കുകയല്ല, അവർ ആ പ്രാർത്ഥന നിർത്താൻ വേണ്ടിയാണ് എപ്പോഴും ലോകാരൂപി
കുടുംബാംഗങ്ങളിലൂടെ നമ്മളെ ഇറിറ്റേഷൻ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവരെ എങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നിർത്തുവാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും പ്രാർത്ഥന നിങ്ങൾ നിർത്തുക. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നിങ്ങൾ എപ്പോഴും ആ കുടുംബത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥിക്കുന്ന മേഖലയിൽ ഈശോ ഇടപെടും. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥന നിർത്തിയേക്കരുത്. ഇതെല്ലാവർക്കും വരുന്ന അനുഭവമാണ് നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.